സ്നേഹമില്ലാതെ സമാധാനം എന്ന് പറഞ്ഞാൽ അത്തരം സമാധാനങ്ങൾ കേവലം ഇല്യൂഷൻസ് ആയിട്ട്, മായയായിട്ട് ചുരുങ്ങിപ്പോകുമെന്ന്. സങ്കടം ഉണ്ടാകില്ല, ഞെരുക്കം ഉണ്ടാകില്ലെന്നല്ല, സംഘർഷഭരിതമാകില്ല ജീവിതം എന്നും അർത്ഥമില്ല. മറിച്ച് അതിൻ്റെയൊക്കെ നടുവിൽ ഒരു സാന്നിധ്യം അനുഭവിക്കും. അതാരുടെ സാന്നിധ്യമാണ്? കർത്താവിൻ്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യമാണ് നമ്മുടെ സമാധാനം. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഈ സമാധാനക്കേടുണ്ട്. കുടുംബങ്ങളുടെ അകത്ത് കലഹങ്ങളേറുന്നു, ഭിന്നിപ്പേറുന്നു, വൈരാഗ്യമേറുന്നു, മൗനം കൊണ്ട് പരസ്പരം വേട്ടയാടുന്നു, അവഗണനകളേറുന്നു. ഞങ്ങൾ പലപ്പോഴും ആവർത്തിക്കുന്ന വാക്കായിട്ടത് മാറുന്നു. ഒരൊറ്റ വാക്ക് പറയാൻ തുടങ്ങിയാൽ സമാധാനത്തിന്റെ പ്രകാശം നമ്മുടെ കുടുംബങ്ങളിൽ വീശി തുടങ്ങും. ഏതാണ് ആ വാക്ക്? ഐ ആം സോറി, ഐ ആം സോറി, എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി, ക്ഷമിക്കുക, ഐ ആം സോറി, ഫോർഗിവ് മീ. ആ വാക്ക് പരസ്പരം പറയാൻ പറ്റിയാൽ കുടുംബങ്ങളിലെ സമാധാനം തിരികെ വരും. സുന്ദരമല്ലോ പൂത്തുലയുന്നു ജീവനതിൽ, പൊന്നൊളി വീശുന്നുത്ഥാനം, നല്ലവനാവാതൻ പുത്ര, സ്വന്ത മനസ്സാൽ കാണവനി, ആരാധ്യൻ നീ മിശിഹായേ, ഹല്ലേലൂയ പാടുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ടെഡ് ദ 8th ഡേ. നമ്മുടെ കർത്താവിൻ്റെ തിരുവുദ്ധാനത്തെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന യാത്രയുടെ 5ാം നാൾ. 8 ദിവസമുള്ള ശുശ്രൂഷ പകുതി വഴി പിന്നിട്ട് അതിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് ഇന്ന് പ്രവേശിക്കുകയാണ്. ഇന്നലെ കർത്താവിൻ്റെ മുറിവുകളെയാണ് നമ്മൾ ധ്യാനിച്ചത്. വി റിഫ്ലക്റ്റഡ് അബൌട്ട് ദ വൂൺസ് ഓഫ് ജീസസ്. നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നിനെ നമ്മൾ ധ്യാനിച്ചു. പക്ഷെ ദൃശ്യമായ ആ മുറിവുകളിലൂടെ കർത്താവ് നമുക്ക് അദൃശ്യമായ ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ത്രൂ ദോസ് വിസിബിൾ വൂൺസ് ഹി ഗിഫ്റ്റഡ് അസ് സംതിങ് ഇൻവിസിബിൾ. വളരെ പവർഫുള്ളായിട്ടുള്ള ഒന്ന് കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കിക്കേ, എന്താണ് കർത്താവ് ഉയർപ്പിൻ്റെ സമ്മാനമായിട്ട് നമുക്ക് തന്നത്? ഈശോ ഉയർത്തെഴുന്നേറ്റ് തിരിച്ചിങ്ങനെ വന്നില്ലേ ശിഷ്യന്മാരുടെ അടുത്തേക്ക്? വന്നു കഴിഞ്ഞപ്പോൾ കർത്താവിന് ശിഷ്യന്മാരോട് പല കാര്യങ്ങൾ പറയാമായിരുന്നു. നിങ്ങളായിരുന്നു ഈശോയുടെ സ്ഥാനത്തെങ്കിൽ യു വെർ ക്രൂസിഫൈഡ്, യു വെർ ബെറീഡ് ആൻഡ് യു വെർ ഇൻ ദ ടൂംബ് ഫോർ 3 days. നിങ്ങൾ കുരിശിൽ തറയ്ക്കപ്പെട്ടു, നിങ്ങൾ അടക്കപ്പെട്ടു, നിങ്ങൾ കല്ലറയിൽ 3 ദിവസം ഉണ്ടായിരുന്നു. ആ 3 ദിവസം കഴിഞ്ഞിട്ട് റിസറക്ഷൻ, ഉയർപ്പ് അനുഭവിച്ച് വന്നു കഴിയുമ്പോൾ ശിഷ്യന്മാരോട് നിങ്ങൾ എന്തു പറഞ്ഞേനെ? നല്ല ഗസ് വർക്കാണത്. ഗെറ്റ് ഇൻ ടു ഹിസ് ഷൂസ്, ഗെറ്റ് ഇൻ ടു ദ ഷൂസ് ഓഫ് ജീസസ്. എന്നിട്ട് ചിന്തിച്ച് നോക്കി, എന്ത് പറഞ്ഞേനെ ഈശോയോട്? ചിലപ്പോൾ ഈശോയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യാമായിരുന്നു എന്താണ് നടന്നതെന്ന് ശിഷ്യന്മാർക്ക്. നമ്മൾ ചിലപ്പോൾ ഒരു ട്രിപ്പൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കൂട്ടുകാരുടെ അടുത്ത് വന്നിരുന്ന് കഥ പറയത്തില്ലേ, നറേഷൻ നടത്തത്തില്ലേ? എടാ എന്നെ നടന്നെന്നറിയാവോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പാതാളങ്ങളിലേക്ക് ഇറങ്ങി, അവിടെ പോയി ആദത്തെ കണ്ടു, അബ്രാഹത്തെ കണ്ടു, അത് കഴിഞ്ഞ് 3-ാം നാൾ കല്ലറ തകർത്ത് ഞാൻ എഴുന്നേറ്റ് വന്നു. ഇങ്ങനെ ഡീറ്റെയിലിംഗ് എക്സ്പ്ലനേഷൻസ് ഒക്കെ കൊടുക്കാമായിരുന്നു, നറേഷൻസ് നടത്താമായിരുന്നു. ഈശോ അതല്ല ചെയ്തത്. ഈശോയ്ക്ക് ശിഷ്യന്മാരെ കറക്റ്റ് ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മൾ വല്ലതായിരുന്നു കർത്താവിൻ്റെ സ്ഥാനത്തെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നിട്ട് ചെയ്യുന്നത് ആദ്യം യുവന്മാരുടെ കർണക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുത്തേനെ. ഓരോന്നിൻ്റെയും പത്രോസിനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഒരെണ്ണം കൊടുത്തേനെ. എടാ എവിടെ ആയിരുന്നു? കണ്ടില്ലല്ലോ, കുരിശിൻ്റെ കൂടി ഒരുത്തനെയും കണ്ടില്ലല്ലോ. യോഹന്നാൻ മാത്രം അങ്ങോട്ട് മാറിയിരുന്നു, നിനക്ക് തൽക്കാലം നിനക്കൊന്നും ഇല്ല, നീ അമ്മയുടെ കൂടെ ഏതായാലും വന്നല്ലോ. ബാക്കിയുള്ളവന്മാർ എൻ്റെ അടക്ക് കൂടാൻ പോലും ഒരുത്തനെയും കണ്ടില്ലല്ലോ, അടക്കാനും ഒരുത്തനെയും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ചിലപ്പോൾ 2 എണ്ണം ചെറിയ തട്ടൊക്കെ ഒന്ന് കൊടുത്തേനെ. പക്ഷേ ഈശോ ശിഷ്യന്മാരെ കറക്റ്റ് ചെയ്യാൻ പോയില്ല. 3-ാമത്തത്, അവരെ കുറ്റപ്പെടുത്തിയില്ല. ഹി നെവർ കൺഫ്രണ്ടഡ് ദെയർ ഫെയിലിയേഴ്സ്. അപ്പോൾ ഈശോ എന്താണ് ചെയ്തത്? ഇനി നിങ്ങൾക്ക് ഉത്തരം പറയും. നിങ്ങൾ 2-3 പേർ ഒരുമിച്ചിരുന്നാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞു നോക്കാം. ഈശോ എന്തായിരിക്കും? എന്താണ് ഈശോ പറഞ്ഞത്? ഈശോ പറഞ്ഞത് അതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനം. ഈശോ പറഞ്ഞത് പീസ് ബി വിത്ത് യു, നിങ്ങൾക്ക് സമാധാനം, പീസ് വിത്ത് യു. അത് ഒറ്റത്തവണയല്ല പറഞ്ഞത്, അത് കാഷ്വലായിട്ടല്ല പറഞ്ഞത്, പിന്നെയോ അത് റിപ്പീറ്റഡ് ആയിട്ട് പല ആവർത്തി ഈശോ ഇവരെ കണ്ടപ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് പീസ് ബി വിത്ത് യു, നിങ്ങൾക്ക് സമാധാനം. മറ്റു പലതും പറയാമായിരുന്നിട്ടും he kept on saying the same thing, peace be with you, peace be with you, shalom, shalom aleichem, സമാധാനം നിങ്ങളോട് കൂടെ.
ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്ന കേട്ടാൽ നമുക്ക് തോന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ല ഞാൻ തരുന്നത്, സംതിങ് ഡിഫറെൻറ്റ്. ഇത് നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി കിട്ടണം. അത് ഹി വാസ് ഇൻസിസ്റ്റിംഗ് ദ സെയിം. ഇത് മനസ്സിലാക്കിക്കേ. മൈ ഗിഫ്റ്റ് ഈസ് പീസ്. എൻ്റെ സമാധാനമാണ് നിങ്ങൾക്കുള്ള സമ്മാനമെന്ന്. അത് സംഘർഷങ്ങളില്ലെന്നല്ല, സഹനമില്ലെന്നല്ല, മറിച്ച് ആ സംഘർഷങ്ങളുടെ നടുക്ക് എന്തുണ്ട്? കർത്താവിൻ്റെ സമാധാനം നീ അനുഭവിക്കും. നിയന്ത്രിച്ചല്ല ആ സമാധാനം, എല്ലാത്തിനെയും കൺട്രോൾ ചെയ്തല്ല. എല്ലാത്തിനെയും കൺട്രോൾ ചെയ്ത് ഉണ്ടാക്കുന്ന സമാധാനമായിരുന്നെങ്കിൽ കർത്താവ് കുരിശിൽ മരിക്കേണ്ടി വരില്ലായിരുന്നു. സറൻഡറിങ് ആണ്. ദൈവതിരഹിതത്തിന് തന്നെ വിട്ടുകൊടുത്ത് കർത്താവ് നമുക്കായി സമാധാനം ഒരുക്കി നൽകുകയാണ്. അത് മറ്റൊരാളുടെ ചോര വീഴിച്ചുള്ള സമാധാനമല്ല. ഇന്ന് സമാധാനത്തിൻ്റെ പേരും പറഞ്ഞ് വാർ ഈസ് ഹാപ്പനിങ് ഓൾ ഓവർ ദ വേൾഡ് ആൻഡ് നമ്മൾ പേടിയോടെ നോക്കിയിരിക്കുകയാണ്. വിൽ എ തേർഡ് വേൾഡ് വാർ ഒക്വർ? അത് പേടിച്ച് ലോകം ഇരിക്കുന്ന നേരത്ത് പലരും വിചാരിച്ചിരിക്കുന്നത് ബ്ലഡ് ഷെഡ് കൊണ്ട് സമാധാനം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ്. പക്ഷേ ഈശോ പഠിപ്പിക്കുന്നു, ബ്ലഡ് ഷെഡ് അല്ല, മറിച്ച് സ്വയം മുറിവേറ്റ്, സ്വയം മുറിവ് ഏൽക്കാൻ നിന്നുകൊടുത്ത് അവൻ ലോകത്തിന് സമാധാനം സമ്മാനിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേറ്റവൻ്റെ സമ്മാനം സമാധാനമാണ്. നമുക്ക് ബൈബിളിലേക്ക് പോകാം. ഇന്നത്തെ മെയിൻ ബൈബിൾ ഭാഗം യോഹന്നാൻ സുവിശേഷം. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം. ജോൺ ചാപ്റ്റർ 20 വേഴ്സസ് 19 to 21. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അവിടെ 21-ാം വാക്യത്തിൽ ഈശോ വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. കുറച്ച് മുമ്പ് 19-ാമത്തെ വാക്യത്തിൽ ഈശോ വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അപ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് 19-ാം വാക്യത്തിൻ്റെ ആദ്യം, ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന്, ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്, ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥ കടച്ചിരിക്കെ ഈശോ അവരുടെ മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഒറ്റത്തവണയല്ല, അത് നമ്മൾ പറഞ്ഞത് വീണ്ടും 21-ാമത്തെ വാക്യം, ഈശോ വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം, ശിഷ്യന്മാർ ഭയപ്പെട്ടിരുന്നു. they were afraid. Second one, they were hiding. And third one, they were confused. ഈശോ സമാധാനം ഓഫർ ചെയ്ത ആ സിറ്റുവേഷൻ മനസ്സിലാക്കുക. they were afraid, they were hiding, and they were confused. Many a times we go through something similar. നമ്മൾ ഇന്ന് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുന്നു. we are afraid. Second one, ഇതിനെ ഫേസ് ചെയ്യാൻ പറ്റാതെ, അഡ്രസ്സ് ചെയ്യാൻ പറ്റാതെ, ജീവിതത്തിൻ്റെ സ്ട്രഗിൾസിനെ, ടെൻഷൻസിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റാതെ we are hiding. And third one, we are confused. We cannot take a decision. We cannot make a decision. അപ്പോൾ കൺഫ്യൂസ്ഡ് ആണ്. അതിൻ്റെ നടുക്ക് നിന്ന് ഈശോ പറയുക, അതിലേക്കാണ് ഈശോ വരുന്നത്. എന്നിട്ട് പറയുന്നു, പീസ് ബി വിത്ത് യു, നിങ്ങൾക്ക് സമാധാനം. ഇതിനോട് ചേർന്ന് പോകുന്ന മറ്റ് ബൈബിൾ റെഫറൻസുകൾ യോഹന്നാൻ സുവിശേഷം 20-26, ജോൺ ചാപ്റ്റർ 20 വേഴ്സ് 26. ദെൻ ലൂക്കാ സുവിശേഷം 24-36, ലൂക്ക് ചാപ്റ്റർ 24 വേഴ്സ് 36, ജോൺ 14-27, യോഹന്നാൻ സുവിശേഷം 14-27. അപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും, അത് ഉദ്ധാനത്തിന് ശേഷമുള്ളതല്ലല്ലോ, ഉയർപ്പിന് മുമ്പുള്ളതല്ലേ? പ്രീഫിഗർ ചെയ്യുകയാണ്. ഉദ്ധാനത്തിന് ശേഷം നടക്കാനിരിക്കുന്നത് ഈശോ മുമ്പേ പറഞ്ഞു വെച്ച സ്ഥലമാണ്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം. ഈശോ പറയുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, അത് ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല. ഐ ഗീവ് മൈ പീസ് ടു യു, but it's different from the world's peace. It's different from the peace that the world offers. ലോകം തരുന്ന സമാധാനത്തിൽ നിന്ന് വ്യത്യസ്തമായ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് ഈശോ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ ഭാഗമൊക്കെ വായിക്കുമ്പോണ്ടല്ലോ നമ്മൾ മനസ്സിലാകുന്ന ഒരു കാര്യം, പീസ് എന്നത് അക്കോർഡിംഗ് ടു ദ ഗോസ്പൽ, അക്കോർഡിംഗ് ടു ജീസസ്, പീസ് ഇസ് നോട്ട് അൻ ഇമോഷണൽ കാംനെസ്. വൈകാരികമായൊരു ശാന്തതയല്ല സമാധാനം. ദാറ്റ്സ് എ കൈൻഡ് ഓഫ് സെക്കുലർ അണ്ടർസ്റ്റാൻഡിങ്. വളരെ വളരെ ഈ വേർഡ്ലി ആയിട്ടുള്ളൊരു മനസ്സിലാക്കലാണ് സമാധാനം എന്ന് വെച്ചാൽ കാംനെസ് ആണെന്ന്. സമാധാനം കാംനെസ് അല്ല, മറിച്ച് ഇറ്റ്സ് റിക്കൺസിലിയേഷൻ, ഇറ്റ്സ് റെസ്റ്റോറേഷൻ, ഇറ്റ്സ് കമ്മ്യൂണിയൻ. ദൈവത്തോട് അനുരഞ്ജനപ്പെടുന്നതാണ് സമാധാനം. നഷ്ടപ്പെട്ടു പോയ നിന്റെ അവകാശത്തെ തിരികെ ലഭിക്കുന്നതാണ് സമാധാനം. ഒപ്പം ദൈവത്തോടുള്ള കൂട്ടായ്മയാണ്
സമാധാനം. അപ്പോൾ ഇത്രയൊക്കെ സമാധാനത്തെക്കുറിച്ച് മനസ്സിലാക്കി ഇനി നമുക്ക് പഴയ നിയമത്തിലേക്ക് പോകാം. പഴയ നിയമത്തിൽ ഈ സമാധാനം എന്ന കൺസെപ്റ്റ്, ഈശോ ഉയർത്തെഴുന്നേറ്റവൻ പറയുന്ന ഈ സമാധാനം ഉണ്ടല്ലോ, അത് പഴയ നിയമത്തിൽ എങ്ങനെ കാണാൻ പറ്റുന്നത്? ഒന്ന്, പഴയ നിയമത്തിൽ പലയിടങ്ങളിലും നമ്മൾ ഈ ഷലോം കാണും. ഷലോം, സമാധാനം. ആ ഷലോം എന്ന് വെച്ചാൽ അത് ഒരു കേവലം ഒരു കാംനെസ് അല്ല, നേരത്തെ പറഞ്ഞ ആ ശാന്തതയല്ല സമാധാനം, മറിച്ചോ അത് ലൈഫ് ആസ് ഗോഡ് ഇൻറ്റൻഡഡ്, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ ജീവിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സമാധാനം. നമ്മളിന്ന് സമാധാനം കേവലം ശാന്തത, കാംനെസ് അല്ല, പഴയ നിയമത്തിലും അങ്ങനല്ല. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നീ ജീവിക്കുന്നതാണ് സമാധാനം. അപ്പോൾ സമാധാനം, പീസ് ഈസ് ഓൾ അബൌട്ട് ഹാർമണി, പീസ് ഈസ് ഓൾ അബൌട്ട് ഹോൾനെസ്. അത് സമഗ്രതയാണ്, അത് ഐക്യമാണ്, അത് റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ദൈവത്തോടുള്ള നല്ല ബന്ധമാണ്. അപ്പോൾ ഷലോം, പീസ് എന്നത് പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. അത് കേവല ഒരു ശാന്ത സാഹചര്യമല്ല, ദൈവത്തോട് നമ്മെ തന്നെ ചേർത്ത് വയ്ക്കുന്ന, ദൈവത്തിരിഹിതം പോലെ ജീവിക്കുന്ന അനുഭവത്തിൻ്റെ പേരാണ് പഴയ നിയമത്തിൽ സമാധാനം. ഇനി നല്ലൊരു ഭാഗം നമ്മൾ വായിച്ചിരിക്കേണ്ടത് സംഖ്യയുടെ പുസ്തകത്തിൽ പുരോഹിത ആശീർവാദം കിടപ്പുണ്ട്. പുരോഹിത ആശീർവാദം, പൗരോഹിത്യത്തിൻ്റെ ആശീർവാദത്തിൽ ഒരു പ്രധാനപ്പെട്ട തീം അത് സമാധാനമാണ്. അന്ന് പൗരോഹിത്യ ആശീർവാദത്തിൻ്റെ ഭാഗമായ സമാധാനം അത് പൂർത്തീകരിക്കപ്പെടുകയാണ് ഈശോയിൽ. അന്ന് വാക്കുകളാലെ പറഞ്ഞത് ഇവിടെ വ്യക്തിയിൽ നിറയുകയാണ്. അതാണ് ഈശോ. അത് ബുക്ക് ഓഫ് നമ്പേഴ്സ്, സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ദ ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 6 വേഴ്സസ് 24 to 26. ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ തലക്കെട്ട് തന്നെ പുരോഹിതൻ്റെ ആശീർവാദമെന്നാണ്. 24 തൊട്ട് 26 വരെയുള്ള വാക്യങ്ങൾ ഇത് നിങ്ങളുടെ ബൈബിളിൽ അടയാളപ്പെടുത്തണം. ഇത് പറഞ്ഞു പ്രാർത്ഥിക്കണം. ഈ പ്രീസ്ലി ബ്ലെസ്സിങ് പ്രെയർ, അത് ഇന്ന് കമൻറ്റിൽ വരേണ്ട ഒന്നാണ്. പ്രീസ്ലി ബ്ലെസ്സിങ് പ്രെയർ, അത് വായിച്ചോ, അത് കണ്ടോ, അത് കണ്ടു പ്രാർത്ഥിച്ചോ. ഇങ്ങനെയാണത്: കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. അപ്പോൾ അത് ഈ സംഖ്യയുടെ പുസ്തകത്തിലെ പുരോഹിതാശീർവാദമാണ്. ആ ആശീർവാദം ഫുൾഫില്ല് ചെയ്യപ്പെടുകയാണ് ഉയർത്തെഴുന്നേറ്റവനിൽ നിന്ന് മനസ്സിലാക്കുക. അന്ന് വാക്കുകളിലൂടെ ഉച്ചരിക്കപ്പെട്ട സമാധാനം ഇന്ന് സാന്നിധ്യമായി തിരുവുദ്ധാനത്തിൽ നമ്മൾ അനുഭവിക്കുന്നു. അടുത്തത്, യെശയ്യാ പ്രവാചകന്റെ പ്രവചനങ്ങളിൽ സമാധാനത്തിൻ്റെ രാജാവിനെക്കുറിച്ച് സൂചനയുണ്ട്. യെശയ്യാ 9:6, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം. ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. യെശയ്യായുടെ പ്രവചനം ആരിൽ പൂർത്തിയാകുന്നു? മിശിഹാ തമ്പുരാനിൽ. അത് ഈ പീഡാസഹനത്തിൻ്റെ ആരംഭം തൊട്ട് ഈ സമാധാനം ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മാർഗത്തിൽ ധ്യാനിച്ചതുപോലെ അവൻ കഴുതപ്പുറത്തേറി വരുന്നത് സമാധാന രാജാവിൻ്റെ ലക്ഷണമാണ്. അതേ സമാധാനത്തെ ഉയർപ്പിൽ അവൻ പൂർത്തിയാക്കുന്നു, അവൻ നമുക്ക് സമ്മാനിക്കുന്നു. ഇനിയും പഴയ നിയമത്തിൽ 4-മതായിട്ട് ഉടമ്പടിയുടെ സമാധാനമുണ്ട്, കവനന്റ് പീസ്. ദൈവത്തോട് കൂട്ടായ്മയിലായിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സമാധാനമാണ് ഈ കവനന്റ് പീസ്, ഉടമ്പടിയുടെ സമാധാനം. ഇനി പഴയ നിയമം കഴിഞ്ഞ് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഈശോ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നു. അതായത് ഈ കോസ്മിക് പീസ് കർത്താവ് റിസ്റ്റോർ ചെയ്യുന്നു. പ്രകൃതിയിൽ അവൻ സമാധാനം പുനഃസ്ഥാപിക്കുന്നു. ഉദ്ധാനത്തിന് ശേഷം കാണുന്നത് ഇവിടെ മനുഷ്യ ഹൃദയങ്ങളിലാണ് കൊടുങ്കാറ്റ് വീശുന്നത്. ശിഷ്യന്മാരുടെ ചങ്കിലാണ് കൊടുങ്കാറ്റ്. കർത്താവ് ആ കൊടുങ്കാറ്റിനെ ശമിപ്പിക്കുകയാണ്, സമാധാനം പുനഃസ്ഥാപിക്കുകയാണ്. ഈ പറഞ്ഞ നേരത്തെ കോസ്മിക് പീസിന് റെസ്റ്റോർ ചെയ്തവൻ ഈ മനുഷ്യരുടെ ഉള്ളിൽ സമാധാനത്തെ പുനഃസ്ഥാപിക്കുന്നു. പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പൗലൈൻ ടീച്ചിങ് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പൗലോസ്ലീഹായുടെ ടീച്ചിങ്ങിൽ സമാധാനം ഒരു കേവല വികാരമല്ല. പീസ് ഇസ് നോട്ട് ജസ്റ്റ് എ ഫീലിംഗ്, ബട്ട് പീസ് ഇസ് എ ന്യൂ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്.
ദൈവത്തോടുള്ള ബന്ധം തിരിച്ചു പിടിക്കലാണ് സമാധാനം. റിക്കൺസിലിയേഷനാണ് സമാധാനം. അത് കേവലം ഒരു ഫീലിങ്ങിൻ്റെ വിഷയമല്ല സമാധാനം. പൗലോസ്ലീഹായ്ക്ക് ഒരു 4 വാക്യങ്ങൾ നിങ്ങൾ ബൈബിൾ എടുക്കുകയാണെങ്കിൽ സമാധാനത്തെക്കുറിച്ചുള്ള പൗലോസ്ലീഹായുടെ പഠിപ്പീര് ഒരു 4 വാക്യങ്ങളിലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. റോമൻസ്, ലെറ്റർ ടു ദ റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് 1. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് പാപത്തെ മാറ്റി ദൈവത്തോട് ബന്ധത്തിലാകുന്നതാണ് സമാധാനമെന്ന് റോമ 5:1 നമ്മൾ മനസ്സിലാക്കും. റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെയാണ്: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ ഈശോ മിശിഹ വഴി ദൈവവുമായി സമാധാനത്തിലായിരിക്കാം. വി വെർ ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത്. ആരിൽ? ഈശോ മിശിഹായിൽ. കുരിശുമരണം നമ്മളെ നീതീകരിച്ചതാണ്. അതിനുശേഷം നമ്മൾ എങ്ങോട്ടെത്തുന്നു? ദൈവവുമായി സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ സമാധാനം, പൗലോസ്ലീഹായ്ക്ക് സമാധാനം പാപത്തെ ഉപേക്ഷിക്കലാണ്, നീതീകരണമാണ്, ദൈവത്തോടുള്ള ബന്ധം വീണ്ടെടുക്കലാണ്. അടുത്തത് എഫേസോസ് ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. എഫേസോസ് 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് സമാധാനം അവിടെ ഒരു ആശയമല്ല, സമാധാനം ഒരു വ്യക്തിയായി മാറുന്നു. പൗലോസ്ലീഹയുടെ കാഴ്ചപ്പാടിൽ പീസ് ഈസ് നോട്ട് ആൻ ഐഡിയ, പീസ് ഈസ് എ പേഴ്സൺ. ആ പേഴ്സൺ നമുക്ക് തരുന്നതല്ല, അവൻ തന്നെയാണ് സമാധാനം. എഫേസിയൻസ്, ലെറ്റർ ടു ദ എഫേസിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 14 ഇങ്ങനെയാണത്: കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ആര്? ജീസസ്. പീസ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് ജീസസ് ഗിവ്സ് അസ്, ബട്ട് ജീസസ് ഹിംസെൽഫ് ഈസ് പീസ്. സമാധാനം കർത്താവ് നമുക്ക് തരുന്നതാണെന്ന് വിചാരിക്കരുത്, കർത്താവ് തന്നെയാണ് സമാധാനം. മൂന്നാമത്തത് കൊളോസോസ് ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം. കൊളോസോസുകാർക്കുള്ള ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ സമാധാനത്തിന് കൊടുക്കേണ്ടി വന്ന വില, രക്തത്തിൻ്റെ വിലയാണ് സമാധാനത്തിന്. അത് മറ്റൊരാളുടെ രക്തമല്ല, സ്വന്തം രക്തം. കുരിശിനാലെ കർത്താവ് നമുക്ക് വാങ്ങിത്തന്നതാണ് ഈ സമാധാനം. കൊളോസോസ് ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം ഇങ്ങനെയാണത്: സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ സമാധാനത്തിന് രക്തത്തിൻ്റെ വിലയുണ്ട്. അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം നമുക്ക് നൽകി. ഇനി ഫിലിപ്പിയരുടെ ലേഖനം, ലെറ്റർ ടു ദ ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 7. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം. അവിടെ പറയുന്ന സമാധാനത്തിൻ്റെ ഒരു ഫീച്ചർ മനുഷ്യബുദ്ധിയെ അതിലംഘിക്കുന്ന, ദാറ്റ് സർപ്പാസസ് പീസ്, ദാറ്റ് സർപ്പാസസ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്. അത് നമുക്ക് ഈശോയിൽ കാണാൻ പറ്റും. ഈശോ തരുന്ന സമാധാനം മനുഷ്യധാരണകളെ അതിജീവിക്കുന്ന സമാധാനമാണ്. അതായത് നമുക്ക് സമാധാനം കണ്ടെത്താനുള്ള ഒരു സ്കോപ്പും ഇല്ലാത്തൊരു സിറ്റുവേഷൻ, അവിടെയും സമാധാനത്തോടെ ആയിരിക്കാൻ നമ്മളെ ഒരുക്കുന്നതാണ് കർത്താവിൻ്റെ സമാധാനം. അത് ഫിലിപ്പി ലേഖനം 4:7 അതിങ്ങനെയാണ്: അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ഈശോ മിശിഹായിൽ കാത്തുകൊള്ളും. നമ്മുടെ ധാരണകളെ അതിലംഘിക്കുന്ന, ദാറ്റ് പീസ് വിച്ച് സർപ്പാസസ് അവർ അണ്ടർസ്റ്റാൻഡിങ്സ്, നമ്മുടെ ധാരണകളെ അതിജീവിക്കുന്ന കർത്താവിൻ്റെ സമാധാനം. ഇനി പിതാക്കന്മാരിലേക്ക് വരാം. പിതാക്കന്മാരിൽ അഗസ്തിനോസ് പുണ്യാളൻ സമാധാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്: പീസ്, സമാധാനം, എവറിത്തിങ് ഇൻ സോൾ റൈറ്റ്ലി ഓർഡേർഡ് ടുവേർഡ്സ് ഗോഡ്. നമ്മുടെ ആത്മാവിലുള്ളതൊക്കെ കർത്താവിലേക്ക് ദിശ തിരിച്ച് ക്രമപ്പെടുത്തുന്ന അനുഭവമാണ് സമാധാനം. നമുക്കിഷ്ടം പോലെ ഇല്ലേ പ്രയോറിറ്റി ലിസ്റ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, മുൻഗണനാക്രമം. അതിനെ ദൈവത്തിങ്കിലേക്കുള്ള നോട്ടത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് ക്രമപ്പെടുത്തിയെടുക്കുന്ന അനുഭവമാണ് സമാധാനം. അപ്പോൾ ദൈവത്തിന് കൊടുക്കുന്ന മുൻഗണന 1-ാം സ്ഥാനമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനമെന്ന്. സിറിൽ ഓഫ് അലക്സാൻഡ്രിയ പറയുന്നത്, മിശിഹ തരുന്ന സമാധാനം കേവലം ഒരാശംസയല്ല, മറിച്ച് അത് മനുഷ്യകുലത്തിന് കർത്താവ് തരുന്ന ദൈവിക സമ്മാനമാണ്. When he says, peace be with you, that doesn't mean that he is greeting you. അതൊരു ആശംസയല്ല, ആശംസാവാക്കല്ല, മറിച്ച് മനുഷ്യകുലത്തിന് സ്വർഗത്തിൻ്റെ സമ്മാനമാണ് ആ സമാധാനം. ക്രിസോസ്റ്റം പിതാവ് പറയുന്നത്, സമാധാനം ചെയ്യുന്ന 2 കാര്യങ്ങൾ ക്രിസോസ്റ്റം പിതാവ് പറയുന്നുണ്ട്.
ക്രിസോസ്റ്റം പിതാവ് പറയുന്നത് കുറച്ചുകൂടെ ശ്രദ്ധയോടെ നമ്മൾ കേൾക്കുമല്ലോ. ഒന്ന്, സമാധാനം ചെയ്യുന്നത് റിമൂവ്സ് ഫിയർ, അത് ഭയത്തെ അകറ്റുന്നു. സമാധാനം ഭയത്തെ അകറ്റുന്നു. രണ്ടാമത്, അത് ധൈര്യത്തെ പുനഃസ്ഥാപിക്കുന്നു. എന്നിട്ട് പിതാവ് പറയുന്നതാണ്, എന്തിനാണ് ശിഷ്യന്മാരുടെ ഭയത്തെ അകറ്റി അവരിൽ ധൈര്യം നിറയ്ക്കുന്നത്? കാരണം പീസ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് മിഷൻ. പീസ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് മിഷൻ. നാളെ നമ്മളതാ പറയാൻ പോകുന്നത്. സമാധാനം നിറച്ചിട്ട് ഇനി ഇവരെ ഒരുക്കുക ഈശോ. ലോകമെങ്ങും പൊക്കോടാ, എങ്ങോട്ടും വേണം പൊക്കോ ഇനി. കാരണം എന്താ? സമാധാനത്തിൽ അടിത്തറ പണിയപ്പെട്ടു. ഭയം മാറിപ്പോയി, ധൈര്യം നിറച്ചു. ആ ഭയം മാറ്റി ധൈര്യം നിറയ്ക്കുന്നതാണ് നമ്മളിലെ സമാധാനമെന്ന് ക്രിസോസ്റ്റം പിതാവ് പറയുന്നു. സഭയുടെ പടിപ്പേരിൽ CCC 1468 അത് റീകൺസിലിയേഷനാണ്, അനുരഞ്ജനമാണ് സമാധാനമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. CCC 1716 സമാധാന സ്ഥാപകർ ഭാഗ്യവാന്മാർ, സമാധാനത്തിനു വേണ്ടി നിലനിൽക്കുന്നവർ ദൈവത്തിനു മുമ്പാകെ ഭാഗ്യപ്പെട്ടവർ എന്നുള്ളത് സഭ വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വരുന്നതനുസരിച്ച് മനസ്സിലാക്കേണ്ടത്, സമാധാനം ഒരു എക്സ്റ്റേണൽ ഓർഡർ അല്ല, ബാഹ്യമായ ഒരു ക്രമത്തിൻ്റെ പേരല്ല സമാധാനം. അത് ഓരോ വ്യക്തിയും ആന്തരികതയിൽ അനുഭവിക്കേണ്ടതാണ്. ബെനഡിക്ട് 16 മാർപ്പാപ്പ ക്രാന്തദർശിയായ, ചരിത്രത്തെ കാലത്തെ വിലയിരുത്തി നമുക്ക് ദൈവത്തെക്കുറിച്ച് ദൈവശാസ്ത്രം പങ്കുവച്ച് തന്ന വലിയ മാർപ്പാപ്പ ബെനഡിക്ട് 16 മാർപ്പാപ്പ ഈ സമാധാനത്തെക്കുറിച്ച് പറയുന്നൊരു വാക്യം ഇങ്ങനെയാണ്: പീസ് മസ്റ്റ് ബി ദ ഫ്രൂട്ട് ഓഫ് ട്രൂത്ത് ആൻഡ് ലവ്. സ്നേഹത്തിലും സത്യത്തിലും നമ്മൾ അനുഭവിക്കേണ്ടതാണ് സമാധാനം. എന്നിട്ട് പറയുന്നു, വിത്തൗട്ട് ട്രൂത്ത്, സത്യമില്ലാത്ത നേരില്ലാത്ത സമാധാനം അത് ഇല്യൂഷനാണെന്ന്, അത് മായയാണ്. സത്യമില്ലാതെ, സ്നേഹമില്ലാതെ സമാധാനം എന്ന് പറഞ്ഞാൽ അത്തരം സമാധാനങ്ങൾ കേവലം ഇല്യൂഷൻസ് ആയിട്ട്, മായയായിട്ട് ചുരുങ്ങിപ്പോകുമെന്ന്. ഇനി ഒരു 4 കാര്യങ്ങൾ, നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ഒക്കെ സമ്മറി ആയിട്ട് ഒരു 4 കാര്യങ്ങൾ സമാധാനത്തെക്കുറിച്ച് മനസ്സിലാക്കാം. 4 തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് വിത്ത് റിഗാർഡ് ടു ദ പീസ് വിച്ച് ദ റിസൺ ലോർഡ് ഓഫേഴ്സ് അസ്. ഉയർത്തെഴുന്നേറ്റവൻ സമ്മാനിക്കുന്ന സമാധാനത്തെക്കുറിച്ച് 4 കാര്യങ്ങൾ. ഒന്നാമത്തത്, പീസ് ആസ് പ്രസൻസ്. ഈ 4 ശ്രദ്ധിച്ച് പഠിക്കണം. സമാധാനത്തെ മനസ്സിലാക്കാനുള്ള എളുപ്പ വഴിയാണ് ഈ 4 കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത്. ഒന്ന്, സമാധാനം സാന്നിധ്യമാണെന്ന്. സങ്കടം ഉണ്ടാകില്ല, ഞെരുക്കം ഉണ്ടാകില്ലെന്നല്ല, സംഘർഷഭരിതമാകില്ല ജീവിതം എന്നും അർത്ഥമില്ല. മറിച്ച് അതിൻ്റെയൊക്കെ നടുവിൽ ഒരു സാന്നിധ്യം അനുഭവിക്കും. അതാരുടെ സാന്നിധ്യമാണ്? കർത്താവിൻ്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യമാണ് നമ്മുടെ സമാധാനം. പീസ് ആസ് പ്രസൻസ്. പീസ് ആസ് പ്രസൻസ്. രണ്ടാമത്തത്, പീസ് ത്രൂ ക്രോസ്. സമാധാനം വിലയില്ലാതെ കിട്ടുന്നതല്ല. സമാധാനത്തിന് കൊടുക്കേണ്ടി വന്ന വിലയാണ് കുരിശ്, രക്തം. കുരിശിലൂടെ, ആ സഹനകാലത്തിനപ്പുറത്താണ് ഒരു സമാധാനത്തിൻ്റെ അനുഭവം ഇരിക്കുന്നത്. കുരിശിലൂടെയാണ് സമാധാനത്തിലേക്ക് എത്തുന്നത്. മൂന്നാമത്തത്, പീസ് ആസ് ഇൻറ്റീരിയർ ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഒന്നാമത്തത് പീസ് ആസ് പ്രസൻസ്, 2 പീസ് ത്രൂ ക്രോസ്, കുരിശിലൂടെയാണ് സമാധാനം. 3 പീസ് ആസ് ഇൻറ്റീരിയർ ഇൻ്റഗ്രേഷൻ, ഒരാളുടെ ആന്തരിക സമഗ്രതയാണ് അയാളുടെ സമാധാനം. ആന്തരിക സമഗ്രത എന്ന് വെച്ചാൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്ത് മറ്റുള്ളവരോട് രമ്യപ്പെടലിൽ ജീവിച്ച് ഒരാൾ പുലർത്തുന്ന ആന്തരിക സമഗ്രത, ഇൻറ്റീരിയർ ഇൻ്റഗ്രേഷൻ അയാളിലെ സമാധാനമാണ്. 4 മിഷണറി പീസ്. സമാധാനമാണ് മിഷനെ, പ്രേക്ഷിത പ്രവൃത്തി ചെയ്യാൻ നമ്മളെ ഒരുക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരെ നേരെ കയറി കത്തിച്ചോടിച്ചു വിടുകയായിരുന്നില്ലോ. സമാധാനം നിറയ്ക്കുകയാണ് അവരിൽ. സമാധാനം നിങ്ങളോടുകൂടെ, സമാധാനം നിങ്ങളോടുകൂടെ. ക്രിസോസ്റ്റം പിതാവ് പറയുന്നത് പോലെ, പീസ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് മിഷൻ. സമാധാനമാണ് പ്രേക്ഷിത വേലയുടെ അടിസ്ഥാനത്തിൽ വരേണ്ടത്. കർത്താവിൻ്റെ സമാധാനം അനുഭവിക്കാത്ത ഒരാൾ പ്രസംഗിക്കാൻ പോകാൻ പാടില്ല. കാരണം അത് അടിസ്ഥാനം സമാധാനമാണ്. ആ സമാധാന അനുഭവത്തിലാണ് ഈശോയെക്കുറിച്ച് ഏറ്റുപറയേണ്ടത്. ഇനി നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് നമുക്ക് വരാം. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഈ സമാധാനക്കേടുണ്ട്. ശരിക്കും നമ്മൾ ആഗ്രഹിക്കണം. ഇന്നത്തെ ഈ എപ്പിസോഡ് കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ഈശോയെ, കർത്താവേ, അന്ന് ശിഷ്യന്മാരുടെ നടുവിൽ വന്നു നിന്ന് നീ സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളിലും നിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തി സമാധാനം നീ ഒന്ന് പുനഃസ്ഥാപിക്കണേ. കുടുംബങ്ങളുടെ അകത്ത് കലഹങ്ങൾ ഏറുന്നു, ഭിന്നിപ്പേറുന്നു,
വൈരാഗ്യമേറുന്നു, മൗനം കൊണ്ട് പരസ്പരം വേട്ടയാടുന്നു, അവഗണനകളേറുന്നു, സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു. സമാധാനമില്ല കുടുംബങ്ങളിൽ. ഞങ്ങൾ പലപ്പോഴും ആവർത്തിക്കുന്ന വാക്കായിട്ടത് മാറുന്നു. പ്രിയമുള്ളവരെ, കുടുംബങ്ങളിലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഒരൊറ്റ വാക്ക് നമ്മൾ പരസ്പരം പറയാൻ തുടങ്ങിയാൽ മതി. ഒരൊറ്റ വാക്ക് പറയാൻ തുടങ്ങിയാൽ സമാധാനത്തിൻ്റെ പ്രകാശം നമ്മുടെ കുടുംബങ്ങളിൽ വീശി തുടങ്ങും. ഏതാണ് ആ വാക്ക്? ഐ ആം സോറി. ഐ ആം സോറി. എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കുക. ഐ ആം സോറി, ഫോർഗിവ് മീ. ആ വാക്ക് പരസ്പരം പറയാൻ പറ്റിയാൽ കുടുംബങ്ങളിലെ സമാധാനം തിരികെ വരും. കാരണം നമ്മൾ ആവർത്തിച്ച് കേട്ടു, പീസ് ഈസ് റെക്കൺസിലിയേഷൻ. അനുരഞ്ജനത്താലാണ് യഥാർത്ഥ സമാധാനം വരേണ്ടതെന്ന്. അത് അധികാരത്താൽ വരേണ്ടതല്ല. അതുകൊണ്ട് ഈ ഐ ആം സോറി പറയാൻ നമുക്ക് പഠിക്കണം. യുവജനങ്ങളോട് പറയാനുള്ളത്, യൂത്ത്, പീസ് ഈസ് നോട്ട് അബൌട്ട് അറ്റംപ്റ്റിംഗ് ലോട്ട് ഓഫ് തിങ്സ്. ഇന്നിപ്പോൾ അങ്ങനെയാണ്, എന്തോ ഇങ്ങനെ അറ്റംപ്റ്റ് ആൻഡ് അച്ചീവ്മെൻറ്റ്. പല കാര്യങ്ങൾ പരിശ്രമിച്ച് പല കാര്യങ്ങൾ നേടിയെടുക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ സമാധാനമെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുകയാണ്. പീസ് ഈസ് നോട്ട് അബൌട്ട് അറ്റംപ്റ്റ്സ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ്. യുവജനങ്ങളെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. പീസ് ഈസ് നോട്ട് അബൌട്ട് അറ്റംപ്റ്റ്സ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ്. പീസ് ഈസ് ഓൾ അബൌട്ട് ആൻ എൻകൗണ്ടർ. സമാധാനം എന്നാൽ ഒരു കണ്ടുമുട്ടലാണ്. ആരുമായിട്ടുള്ള? മിശിഹായുമായുള്ള കണ്ടുമുട്ടലാണ് നമ്മുടെ സമാധാനമെന്ന് തിരിച്ചറിയണം. ഇന്ന് ഈ എപ്പിസോഡ് നമ്മൾ ധ്യാനിച്ചത് ഒന്ന് ഓർത്ത് നോക്കിക്കേ. ടെഡ് ആയതുകൊണ്ട് ഒന്നുകൂടൊന്ന് ചിലരിങ്ങനെ വളരെ വളരെ കാര്യമായിട്ട് ഇത് കൂടുന്നവർ മുഴുവൻ മനസ്സിലായി ഒന്നുകൂടൊന്ന് പറഞ്ഞ് തീർക്കുമ്പോൾ ആ കണക്ഷൻ. ഇന്നലത്തെ ടോക്ക് ഞാൻ പറഞ്ഞായിരുന്നു, മുറിവുകളെക്കുറിച്ചുള്ള ടോക്ക്. അത് എളുപ്പമാണ്, നിങ്ങളിന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇന്ന് എനിക്കൊരു മെസ്സേജ് വന്നു, വെറുതെ എളുപ്പമാണെന്ന് 10 പ്രാവശ്യം പറഞ്ഞാലൊന്നും കട്ടിയില്ല എന്ന് 10 പ്രാവശ്യം പറഞ്ഞാലൊന്നും കട്ടി മാറത്തൊന്നുമില്ല, കട്ടിയൊക്കെ ഉണ്ട് എന്നിങ്ങനെ സ്നേഹത്തോടെ പരാതി പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടനെ അതിനെ സമ്മറൈസ് ചെയ്ത് കൊടുത്തു. ഇത്രയേ ഉള്ളൂ അതിനകത്ത്. മുറിവുകളെക്കുറിച്ച് പറയാനുള്ളത്, ഉയർത്തെഴുന്നേറ്റ കർത്താവിന് മുറിവ് മായ്ച്ചു കളയാനൊരു പാടുമില്ല. പിന്നെ എന്താ അവൻ്റെ കയ്യിൽ ആ മുറിവിരിക്കുന്ന കയ്യിലും കാലിലും? അപ്പം നമുക്ക് ഇത്ര മനസ്സിലാക്കണം, ആ മുറിവ് സ്നേഹത്തിൻ്റെ അടയാളമാണെന്ന്, ആ മുറിവ് അവൻ്റെ ഐഡൻറ്റിറ്റി ആണെന്ന്, ആ മുറിവ് കരുണയുടെ പ്രകാശനമാണെന്ന്. അത്രയേ ഉള്ളത്. അപ്പോൾ നമുക്കതിനെ സിമ്പിളാക്കാം. ഇപ്പോൾ ഇവിടെ പറഞ്ഞതും അത്രയേ ഉള്ളൂ. ഇവിടെ എന്താ, ഈശോ ഉയർത്തെഴുന്നേറ്റിട്ട് എന്തൊക്കെ പറയാമായിരുന്നു? പക്ഷേ എന്താ കർത്താവ് പറഞ്ഞേ? സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അത് കേവലം ഗ്രീറ്റിംഗ് അല്ല, മറിച്ച് അത് ബന്ധത്തെ തിരിച്ചു പിടിക്കലാണ്, അത് റീകൺസിലിയേഷനാണ്, അത് കുരിശിൻ്റെ തുടർച്ചയാണ്, കുരിശിൻ്റെ സമ്മാനമാണ്, അത് മിഷനു വേണ്ടി നമ്മളെ ഒരുക്കുകയാണ് ശിഷ്യന്മാരെ. കാരണം പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ആരംഭം, അടിസ്ഥാനം സമാധാനത്തിലായിരിക്കണം. നമുക്കിതൊക്കെ ഒന്ന് ധ്യാനിക്കാം. നമ്മുടെ കുടുംബജീവിതത്തിലുമൊക്കെ സമാധാനമായിരിക്കണം ഫൗണ്ടേഷൻ. സമാധാനത്തിന് അടിത്തറമല്ലാതെ പണിയപ്പെടുന്നതൊക്കെ വെറുതെ ആയിപ്പോവും. മാർപ്പാപ്പ പറഞ്ഞത് ഓർക്കണം, സത്യമില്ലാത്ത സ്നേഹമില്ലാത്ത സമാധാനം അത് മായയാണ്, അത് ഇല്യൂഷനാണ്. സത്യവും സ്നേഹവുമുള്ള സമാധാനം നമുക്ക് തേടാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, ഞങ്ങളെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഉപകരണങ്ങളാക്കണേ. ഞങ്ങളുടെ ഉള്ളിൽ ആ സമാധാനം നിറയട്ടെ. ആ സമാധാനം ഞങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് പടരട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.